ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻസ് കുമളി മേഖലാ സമ്മേളനം നടന്നു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ യോഗം ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ മാസം 20-21 തീയതികളിൽ കട്ടപ്പനയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് കുമളി മേഖലാ സമ്മേളനം ചേർന്നത്. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രൂപപ്പെടുന്ന ആശയങ്ങളാണ് ജില്ലാ കമ്മിറ്റികളിലും ജില്ലാ സമ്മേളനങ്ങളിലും തുടർന്ന് സംസ്ഥാന സമ്മേളനങ്ങളിലും. നമ്മുടെ സംസ്ഥാന സമ്മേളനം 2 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. ഇപ്രാവശ്യം ഈ വരുന്ന മെയ് മാസം 12, 13, 14, 15 തീയതികളിലായിട്ട് പാലക്കാട് വെച്ച് ചേരുകയാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സമ്മേളനങ്ങളിലേക്ക് വരെ എത്തേണ്ടുന്ന പുത്തൻ ആശയങ്ങളുടെ രൂപവൽക്കരണം ഉൾപ്പെടെ നമ്മുടെ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ ഉൾപ്പെടെയാണ് ഈ സമ്മേളനത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ സമ്മേളനം സമ്പൂർണ്ണമാക്കുന്നതിനും തുടർന്ന് നടക്കുന്ന ചർച്ചകളിലും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് 2013 മുതൽ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇതുകൂടാതെ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയമിക്കുകയും ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. ജോയിന്റ് കൗൺസിൽ കുമളി മേഖലാ പ്രസിഡന്റ് M. മുരുകൻ അധ്യക്ഷ വഹിച്ച യോഗത്തിൽ ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KS രാഗേഷ് സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ PT ഉണ്ണി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി AK സുഭാഷ്, S. സുകുമാൻ, വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി CD അജിഷ, ജില്ലാ കമ്മിറ്റി അംഗം KT വിജു, ജില്ലാ കമ്മിറ്റി അംഗം KT വിജു, മേഖലാ സെക്രട്ടറി പ്രീത ഗോപാൽ, ജോസഫ് ചാക്കോ, അമൃത് ഫാസ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. യോഗത്തിൽ M. മുരുകനെ മേഖലാ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റുമാരായി അമൃത ഫാസ്, ബിന്ദു അമ്മാൾ, സെക്രട്ടറി പ്രീത ഗോപാൽ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെയും തിരഞ്ഞെടുത്തു. ഇടുക്കി വിഷൻ, കുമളി.